ഹലോ നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അലീനയും ടീമും ചിന്നുമോളെ കണ്ടിട്ട് വരും കേട്ടോ. വീടെത്തിയിട്ടും ആരും ഇറങ്ങുന്നില്ല കേട്ടോ. എല്ലാവരും നല്ല ഉറക്കം. അങ്ങനെ രോഹിത്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഡോറിൻ്റെ സൗണ്ട് കേട്ടിട്ട് അലീന കണ്ണു തുറക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് എല്ലാവരും നല്ല ഉറക്കമാണ്. എന്നിട്ട് അലീന ബബ്ദേനെയും കൃഷ്ണേനെയും തട്ടി വിളിക്കുന്നുണ്ട്. എണീക്ക്, വീടെത്തി എന്ന് പറയാണ്. എന്നിട്ട് രേവതിക്കുട്ടീനെ വിളിക്കുന്നുണ്ട്. രേവതിക്കുട്ടി എണീക്ക്, വീടെത്തി എന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീയല്ലേടി വഴി കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മുന്നിൽ കയറിയിരുന്നത്, എന്നിട്ടാണോ ഉറങ്ങിയതെന്ന് ചോദിക്കുകയാണ്. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഒന്ന് കണ്ണടച്ചതേ ഉള്ളൂ എന്ന് പറയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, എല്ലാവരും ഒന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും ഇറങ്ങുക കേട്ടോ. അങ്ങനെ ചിന്നുമോളുടെ ഫോട്ടോസും വീഡിയോസൊക്കെ ആൻറ്റീനെയും അങ്കിളിനെയും കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആൻറ്റി അങ്കിളിനോട് പറയുന്നുണ്ട്, എത്ര പെട്ടെന്ന് വളർന്നു അല്ലേ, നമ്മളന്ന് പോയപ്പോൾ എത്ര ചെറുതായിരുന്നു. അന്നേരം അങ്കിൾ പറയുന്നുണ്ട്, വളരാതിരിക്കാൻ എൻ്റെ പാവക്കുട്ടിയൊക്കെയാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ആൻറ്റി പറയാണ്, ഓ ഞാൻ വിചാരിച്ചു ഒരിക്കലും വളരൂലെന്ന്. പറഞ്ഞു തന്നതിന് നന്ദി എന്ന് പറയാണ് ആൻറ്റി. അറിയാൻ പാടില്ലാത്ത കാര്യം ചോദിക്കണ്ടേ, ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് മാമച്ചായൻ പറയുന്നുണ്ട്, ചെറിയ കുട്ടികളാണ് വലിയ കുട്ടികളാവുന്നതെന്ന് പറയാണ്. എന്നിട്ട് ഗ്രേസി ആൻറ്റി അവനെ മുന്നിൽ നിന്ന് പിച്ചുന്നിട്ട് കേട്ടോ അങ്കിളിനെ. എന്നിട്ട് ഗ്രേസി ആൻറ്റി അവരോട് ചോദിക്കുന്നുണ്ട്, ചിന്നുമോളെയും കൂട്ടി നിങ്ങൾ എവിടെയൊക്കെ പോയി എന്ന് പറയാണ്. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഹോട്ടലിൽ, ടോയ് ഷോപ്പിൽ, പാർക്കിൽ. എന്നിട്ട് ഗ്രേസി അമ്മ ആൻറ്റി ചോദിക്കുന്നുണ്ട്, നമ്മളൊക്കെ ഓർക്കുന്നുണ്ടോടി അവളെന്ന് പറയാണ്. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട്, പിന്നെ അല്ലാണ്ട് അവൾ നിങ്ങൾ രണ്ടുപേരെയും ചോദിച്ചു എന്ന് പറയാണ്. അന്നേരം ഗ്രേസി അമ്മ ആൻറ്റി പറയാണ്, ആണോ. എന്നിട്ട് മാമച്ചാങ്കൾ ചോദിക്കുന്നുണ്ട്, ഒരു സ്ത്രീ അഡോപ്ഷന് വന്നായിരുന്നല്ലോ, അതെന്തായെന്ന് ചോദിക്കുകയാണ്. അന്നേരം അലീന പറയാണ്, ഒരു ആൺകുട്ടിയെ അവർ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്, ചിന്നുമോളെ അവർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ, നമ്മളോട് അന്വേഷിച്ച് മാത്രമേ അവർക്ക് ചിന്നുമോളെ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് അലീന പറയാണ്. നിങ്ങൾ തിരിച്ചു വന്നപ്പോൾ അവൾക്ക് വിഷമമായി കാണുമല്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഇല്ല വലിയ വിഷമമൊന്നുമില്ല, ഞങ്ങൾ വരുമ്പോൾ കൈവീശി ടാറ്റയൊക്കെ കാണിച്ചിരുന്നു എന്ന് പറയാണ്. അന്നേരം ഗ്രേസിയാൻറ്റി ചോദിക്കുന്നുണ്ട്, അവൾക്ക് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുച്ചല്ലോ എന്ന് പറയാണ്. അന്നേരം രേവതിക്കുട്ടി പറയാണ്, എല്ലാം ഞങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് എന്ന് പറയാണ്. ഓർഫനേജിൽ ഡൊണേഷൻ കൊടുത്തു, കുട്ടികൾക്കെല്ലാം സ്വീറ്റ്സും വാങ്ങിച്ചു കൊടുക്കും എന്ന് പറയാണ്. അന്നേരം ഗ്രേസമ്മാൻറ്റി പറയുന്നുണ്ട്, നന്നായി, കുട്ടികളെല്ലാം സന്തോഷമായിരിക്കട്ടെ എന്ന് പറയാണ്. അത് കഴിഞ്ഞ് രഞ്ജിനിയും മനുവിനെയായിട്ടോ കാണിക്കുന്നത്. രഞ്ജിനി റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്, അമ്മയെ ചായ എന്ന്. അന്നേരം മനു പറയുന്നുണ്ട്, എന്തുവാടി ഇത്, അയലത്ത് വീട്ടിലൊന്നുമല്ലല്ലോ ചായ എന്ന് പറയാണ്. ആ സമയത്ത് കമലാൻറ്റി ചായ എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കമല പറയുന്നുണ്ട്, അച്ഛനും കൂടി വിളിക്കടി എന്ന് പറയാണ്. അന്നേരം രഞ്ജിനി പറയുന്നുണ്ട് മനുവിനോട്, അച്ഛനെ പോയി വിളിക്കുക പറയാണ്. അന്നേരം മനു പറയുന്നുണ്ട്, നിനക്കെന്താ പിന്നെ പണി, നീ പോയി വിളിക്കുമെന്ന് പറഞ്ഞിട്ട് രഞ്ജിനി ഉറക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കമല പറയുന്നുണ്ട്, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കണ്ണിൽ അടി കിട്ടാത്തതിന് കുറവാന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ശിവേട്ടൻ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശിവേട്ടൻ പറയുന്നുണ്ട്, നീയാണോടി ഇങ്ങനെ കൂകി വിളിക്കുന്നേ എന്ന് പറയണം. അന്നേരം രഞ്ജിനി പറയാണ്, ഇവിടെ അച്ചാന്ന് വിളിക്കാൻ പിന്നെ ആരാ ഉള്ളത്. അങ്ങനെ കമല ചായ എടുത്ത് കൊടുക്കുന്ന സമയത്ത് രഞ്ജിനി ചോദിക്കുന്നുണ്ട്, വൈജാൻറ്റിക്ക് ചായ ഇല്ലേ എന്ന് പറയാണ്. അന്നേരം കമലാൻറ്റി പറയുന്നുണ്ട്, വൈജക്ക് ചായ വേണമെങ്കിൽ അവളുടെ അടുത്ത് കുടിച്ചോളും, അവൾക്ക് കൈയുണ്ട്, എന്നെപ്പോലെ ഒരു സ്ത്രീയാന്ന് പറയുന്നുണ്ട്. അത് കേട്ട് വരുന്ന വൈജയന്തി, എന്താ കമലടത്തി എന്നെക്കുറിച്ച് പറയുന്നതെന്ന് പറയാണ്. അന്നേരം കമലടത്തി പറയാണ്, അല്ല ഞാനിവരോട് പറയുന്നത് നിനക്ക് ഒറ്റയ്ക്ക് ചായ ഇട്ട് കുടിക്കാൻ പറ്റുമെന്ന് പറയാണ്. അത് കഴിഞ്ഞ് രഞ്ജിനി വൈജയന്തിയോട് പറയാണ്, ഇന്നലെ ബബിതയെ ഞാൻ വിളിച്ചിരുന്നു എന്ന് പറയാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, അവർ എറണാകുളം തണ്ടി കിടക്കാമെന്ന് പറയാണ്. അന്നേരം രഞ്ജിനി പറയുന്നുണ്ട്, അവരെല്ലാവരും കൂടി ഉണ്ടല്ലോ എന്ന് പറയാണ്. അന്നേരം വൈജയന്തി പറയാണ്, ബാലേന്ദ്രൻ വിട്ടതല്ലേ, ആളില്ലാ കളരിയാണല്ലോ ഇപ്പോൾ എന്ന് പറയാണ്. അന്നേരം രഞ്ജിനി പറയുന്നുണ്ട്, ബബിത എന്നോട് ഇന്നലെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അന്നേരം വൈജയന്തി ചോദിക്കുന്നുണ്ട്, എന്ത് കാര്യം എന്ന് പറയാണ്. അന്നേരം രഞ്ജിനി പറയാണ്, അത് സത്യമാണോ എന്നറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ബാലചന്ദ്രൻ്റെ മകളാണ് എന്നല്ലേ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് അലീന, പക്ഷേ അങ്ങനെയല്ല എന്നാണ് പറയുന്നത്. അന്നേരം കമല പറയുന്നുണ്ട്, ഒരു കൊല്ലംകാരി പെണ്ണും ബാലചന്ദ്രനും ദുബായിൽ വെച്ചിട്ടുണ്ടായ അങ്ങനെയല്ലേ അലീന ഉണ്ടായത് എന്ന് പറയാണ്. അന്നേരം രഞ്ജിനി പറയുന്നുണ്ട്, എന്നാൽ അതല്ല സത്യം. അന്നേരം ശിവേട്ടൻ ചോദിക്കുന്നുണ്ട്, പിന്നെ എന്താടി സത്യം എന്ന് പറയുന്നുണ്ട്. അന്നേരം രഞ്ജിനി പറയുന്നുണ്ട്, അത് എല്ലാവരും പറഞ്ഞു പറ്റിച്ചതാണ് അലീനയെ സംശയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വൈജയന്തി പറയുന്നുണ്ട്, പിന്നെ എന്താടി സത്യം. ബബിത രോഹിതും അലീനയോട് ഡയറക്റ്റ് പോയി ചോദിച്ചു, എന്നിട്ട് അവിടുന്ന് അലീന സത്യം പറഞ്ഞു. എന്നിട്ടും വിശ്വാസം വരാത്തതുകൊണ്ട് ബാലേന്ദ്രൻ ഞങ്ങളോട് നേരിട്ട് പോയിട്ട് ചോദിച്ചു, എന്നിട്ടാണ് അവർ സത്യം അറിഞ്ഞതെന്നാണ് പറയുന്നത്. പിന്നെ വൈജയന്തി പറയാണ്, കേട്ടോ അവൾ പറഞ്ഞത് കേട്ടോ, ഞാൻ അന്നേ പറഞ്ഞതാണ് ബാലചന്ദ്രൻ്റെ മകളല്ല അവളെന്ന്. അന്ന് ആരും എന്നെ വിശ്വസിച്ചില്ല കേട്ടോ ശിവേട്ട. എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി, എന്തിനു അവൾ മോളാന്ന് ബാലചന്ദ്രൻ പറഞ്ഞു, പറ ശിവേട്ട എന്ന് പറയാണ്.
പറ മനു, നീയും പറ. നീ അലീന എന്ന് പറയുമ്പോൾ തേന ഒതുക്കുമല്ലോ. ശിവേട്ടനോട് പറയുകയാണ്. ശിവേട്ടനും പറ. ശിവേട്ടനും അങ്ങനെയായിരുന്നില്ലേ? എന്നിട്ട് പറയാണ്, നിങ്ങൾക്കൊന്നും ഇപ്പോൾ പറയാനില്ലേ എന്ന് പറയാണ്. അന്നേരം കമല പറയുന്നുണ്ട്, എന്താ നിങ്ങൾ രണ്ടാളെന്താ മിണ്ടാണ്ടിരിക്കുന്നത്? നിങ്ങളാണല്ലോ ബാലചന്ദ്രൻ പറഞ്ഞ കള്ളത്തരങ്ങൾ എല്ലായിടത്തും പോയി വിളമ്പിയത്. എന്നിട്ട് ശിവൻ വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട്, നീ വിശ്വസിക്കുന്നുണ്ട് അത് അലീനയുടെ മകളല്ലാന്ന്? അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, അതാണ് സത്യം, അവൾ ബാലചന്ദ്രൻ്റെ മകളല്ല. ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും ഇണങ്ങിയും പിണങ്ങിയും അയാളോട് പറഞ്ഞു. സ്വന്തം മക്കൾ പോലും എതിർത്തു. എന്നിട്ട് പോലും അവളെ അവിടെ പിടിച്ചു നിർത്തിയത് എന്തിനെന്ന് ചോദിക്കുകയാണ് വൈജയന്തി. എന്നിട്ട് ശിവേട്ടൻ രഞ്ജിനോട് ചോദിക്കുന്നുണ്ട്, ബാക്കിയും കൂടിയും പറയാമെന്ന് പറയുന്നത്. അന്നേരം രഞ്ജിനി പറയുന്നുണ്ട്, ബാക്കി എന്ത് പറയാൻ, ഇത്രയേ ഉള്ളൂ എന്ന് പറയാണ്. അന്നേരം ശിവേട്ടൻ പറയുന്നുണ്ട്, ആരെങ്കിലും ഇത് അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണോ, അല്ലാതെ ആരെങ്കിലും ഫോഴ്സ്ഫുള്ളി പറഞ്ഞതാണോ? അവർ തന്നെ നിർബന്ധിച്ച് പറഞ്ഞതല്ലേ എന്ന് പറയാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, അതെന്താ നേരത്തെ പറയാഞ്ഞത് എന്ന് പറയാണ്. അന്നേരം കമല പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും എന്തേലും മിണ്ടാതിരിക്കുന്നത്, നിങ്ങളും കൂടി പറ്റിച്ചതല്ലേ ബാലചന്ദ്രൻ. ഞാനാണ് ശിവേട്ടൻ്റെ സ്ഥാനത്താണെങ്കിൽ ഞാൻ നേരിട്ട് പോയി എന്തിനാടാ എന്നെ പറ്റിച്ചതെന്ന് പറഞ്ഞിട്ട് 4 എണ്ണം കവിളത്ത് കൊടുക്കട്ടെ എന്ന് പറയാണ്. അന്നേരം ശിവേട്ടൻ പറയുന്നുണ്ട്, ഇപ്പോൾ ബാലചന്ദ്രൻ ഗോവർദ്ധന അവിടെ ഇല്ലല്ലോ, അവർ തിരിച്ചു വരട്ടെ ചോദിക്കാമെന്ന് പറയാണ്. എന്നിട്ട് മനുവിനോട് ചോദിക്കുകയാണ്, നിന്നെയാണ് ഏറ്റവും കൂടുതൽ അവൾ പറ്റിച്ചത്, നീക്കൊന്നും തോന്നുന്നില്ലേ, നീ ഒരു പുരുഷനാണോ എന്ന് ചോദിക്കുകയാണ്. അലീന ഇപ്പോൾ എന്തിനാ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതെന്ന് ബബിത പറഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം രഞ്ജു പറയാണ്, പറഞ്ഞു, അലീന ആ വീട്ടിൽ നിന്ന് പോവാണ്, അപ്പോൾ ചെയ്യാത്ത കുറ്റം ബാലചന്ദ്രൻ അങ്കിള് ഏക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ തുറന്നു പറഞ്ഞതെന്നാണ് പറഞ്ഞത്. എന്നിട്ട് വൈജയന്തി പറയുന്നുണ്ട്, അവൾക്ക് ഇപ്പോഴാണ് ബോധോദയം ഉണ്ടായത്, കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയപ്പോൾ, ബാലചന്ദ്രൻ്റെ കൂടെ ജീവിച്ച് കഴിഞ്ഞപ്പോൾ എന്ന് പറയാണ്. അന്നേരം ശിവേട്ടൻ പറയുന്നുണ്ട്, മിണ്ടാണ്ടിരിക്കും, നിനക്കത് നല്ലതിനല്ല പറയാണ്. എന്നിട്ട് മനു ചോദിക്കുന്നുണ്ട്, വേറൊന്നും പറഞ്ഞില്ലേ എന്ന് പറയാണ്. അന്നേരം രഞ്ജു പറയുന്നുണ്ട്, ബാലേന്ദ്രൻ അങ്ങളും അലീനയും തമ്മിൽ വേണ്ടാത്തത് ഉണ്ടെന്ന് പറഞ്ഞത് എല്ലാവരും കൂടിയാണ്, അത് സംശയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛനും മകളും എന്ന കള്ളത്തരം അവർ പറഞ്ഞെന്ന് പറയാണ്. ഇപ്പോൾ അലീന വീട് വിട്ട് പോവാണ്, അപ്പോൾ ആ കള്ളത്തരം ചെയ്യണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇപ്പോൾ അത് തുറന്നു പറയുകയാണ് ചെയ്തത്. അന്നേരം മനു പറയുന്നുണ്ട്, അതല്ലേ ആൻറ്റി സത്യം എന്ന് പറയണം. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, ഒന്ന് പോട്ടാ, ഇത്രകാലം അവൾ നിന്നെ പറ്റിച്ച്, ഇനിയും അവളെ വിശ്വസിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ശിവൻ പറയുന്നുണ്ട്, സത്യം പറഞ്ഞതിന് ഇപ്പോൾ അവരെ ശിക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, സത്യം പറഞ്ഞതല്ല, ഇതിനു മുന്നേ കള്ളത്തരം പറഞ്ഞതിന് ശിക്ഷിക്കണം എന്ന് പറയുകയാണ്. എന്നിട്ട് മനു ഒരു പഴംപൊരി എടുത്തിട്ട് പോവാട്ടോ. എന്നിട്ട് വൈജയന്തി പറയുന്നുണ്ട്, നീ ഇവിടുന്ന് എസ്കേപ്പായി പോകാമെന്ന് നീ വിചാരിക്കേണ്ടെന്ന് പറയണം. അന്നേരം മനു പറയുന്നുണ്ട്, അവർ ടൂർ പോയിട്ട് വരട്ടെ ആൻറ്റി. പിന്നെ ശിവേട്ടൻ റൂമിലിരിക്കും കേട്ടോ, ഇവിടെ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കമല റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കമല ചോദിക്കുന്നുണ്ട്, എവിടേക്കാ പോകുന്നത് ചോദിക്കുകയാണ്. അന്നേരം ശിവേട്ടൻ പറയുന്നുണ്ട്, വക്കീലിനെ കാണും, അടുത്ത തവണ ഹരിയെ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് ജാമ്യം കിട്ടുന്ന വക്കീൽ പറഞ്ഞത് എന്ന് പറയണം. അന്നേരം കമല പറയുന്നുണ്ട്, ബാറിലാണോ അതോ ക്ലബിലാണോ മീറ്റിംഗ് എന്ന് പറയണം. അന്നേരം ശിവേട്ടൻ ചോദിക്കുന്നുണ്ട്, അതെന്താടി അങ്ങനെ ചോദിച്ചത്? എന്നിട്ട് കമല ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളോടൊരു വേറൊരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശിവേട്ടൻ ചോദിക്കുന്നുണ്ട്, അതെന്താ? അന്നേരം കമല പറയുന്നുണ്ട്, രഞ്ജിന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മുന്നേ അറിയുന്നുണ്ടായിരുന്നില്ലേ എന്ന് പറയാണ്. അന്നേരം ശിവൻ പറയാണ്, അത് നീ ഇതുവരെ വിട്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ അത് അവർ ടൂർ പോയിട്ട് വന്നിട്ട് പറയാമെന്ന്. എന്നിട്ട് ശിവേട്ടൻ പുറത്ത് പോകാൻ ഒരുങ്ങും കേട്ടോ. ആ സമയത്ത് കമല പറയുന്നുണ്ട്, അവിടെ നിൽക്കി, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി, നിങ്ങൾക്ക് അറിയായിരുന്നല്ലേ അപ്പോൾ ബാലചന്ദ്രൻ്റെ മകളല്ല അലീനാന്ന്, എന്നിട്ട് എന്തായിരുന്നു ഇവിടെ കിടന്ന് എല്ലാവരോടും ബാലചന്ദ്രൻ്റെ ഭാഗം പറയാൻ വേണ്ടിയിട്ട് എന്ന് പറയാണ്. അന്നേരം ശിവേട്ടൻ പറയുന്നുണ്ട്, ബാലചന്ദ്രൻ്റെ ഭാഗത്ത് ന്യായവും നീതിയും പിന്നെ എല്ലാവരും തമ്മിൽ തല്ലി പിരിയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും മനുവും അവൻ്റെ ഭാഗത്ത് നിന്നു എന്ന് പറയാണ്. അന്നേരം കമല പറയുന്നുണ്ട്, ഓഹോ, അപ്പോൾ മനുവിനും എല്ലാ കാര്യങ്ങളും അറിയാം അല്ലേ എന്ന് പറയാണ്. അന്നേരം ശിവൻ പറയുന്നുണ്ട്, അല്ല, മനുവിന് ഈ കാര്യം അറിയുമെന്ന് എനിക്കറിയില്ല, അവന് ഈ കാര്യം അറിയുമെന്ന് എനിക്കറിയില്ല, രഞ്ജിനി പറഞ്ഞപ്പോൾ അവൻ ഞെട്ടിയില്ലല്ലോ, അതാ ഞാൻ പറഞ്ഞതെന്ന് പറയാണ്. അന്നേരം കമല പറയുന്നുണ്ട്, തന്തയും കൊള്ളാം മോനും കൊള്ളാം എന്ന് പറയാണ്. എന്നിട്ട് കമല ശിവേട്ടനോട് പറയുന്നുണ്ട്, ഇനി പെങ്ങൾക്ക് വേണ്ടി ഇനി എന്നോട് വാദിക്കാൻ വാ, ഞാൻ ഒന്നും എന്ന് പറഞ്ഞിട്ട് പോവാട്ടോ ശിവേട്ട പുറത്തേക്ക്. അങ്ങനെ മനു ചായക്കപ്പ് എടുത്തിട്ട് പുറത്തേക്ക് വരിക കേട്ടോ. അങ്ങനെ പുറത്തിരിക്കുന്ന ചായ കുടിക്കുന്ന സമയത്ത് രഞ്ജിനിയും കൂടെ വരുന്നുണ്ട്. എന്നിട്ട് രഞ്ജിനി ചോദിക്കുന്നുണ്ട്, ഇതെന്താ എന്തോ പോലെ ഇരിക്കുന്നത്, ഇവിടെ ഒന്നും അല്ലേ എന്ന് ചോദിക്കുകയാണ്. എറണാകുളത്താണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം മനു ചോദിക്കുന്നുണ്ട്, അതെന്താ കൊനിഷ്ഠ ചോദ്യം എന്ന് പറയാണ്. എന്നിട്ട് രഞ്ജു ചോദിക്കുന്നുണ്ട്, എറണാകുളം പോവാത്തതിന് നല്ല വിഷമമുണ്ടല്ലേ എന്ന് പറയാണ്. അന്നേരം മനു പറയുന്നുണ്ട്, എന്ത് വിഷമം, ഞാൻ ഇത്തിരി വിഷമിക്കുന്നത്,
എന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട് അലീന അവരുടെ കൂടപ്പിറപ്പിൻ്റെ കൂടെയല്ലേ പോയത്, ഇനി അവൾക്ക് അവരുടെ കൂടെ പോകാൻ വേണ്ടി പറ്റില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം രഞ്ജു പറയുന്നുണ്ട് അലീനയോ, ഏതാ അലീന? ഞാൻ മനുവേട്ടൻ്റെ ജോബിനെ പറ്റി പറഞ്ഞതാ, ജോബ് എടുക്കാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് പോയില്ലല്ലോ എന്ന് ചോദിച്ചതാ. അന്നേരം മനു പറയുന്നുണ്ട് ഡി 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 എന്ന് പറയുന്നുണ്ട്. ആ സമയത്താണ് കേട്ടോ ഗംഗേട്ടൻ്റെ കോള് വരുന്നത്. എന്നിട്ട് മനു ചോദിക്കുന്നുണ്ട് വലിയച്ഛൻ എന്താ വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട് അച്ഛനോടെ പോയി വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്ന് പറയാണ്. അന്നേരം മനു പറയുന്നുണ്ട് വക്കീലിനെ കാണാൻ വേണ്ടി പോയതാ, ഹരിക്ക് ജാമ്യം കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്, കിട്ടുന്ന പറഞ്ഞത്, അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുക എന്ന് പറയാണ്. അന്നേരം ഗംഗേട്ടൻ പറയുന്നുണ്ട് ഞാൻ വരുന്നുണ്ട് അവിടേക്ക്, ഞാൻ വന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്തിട്ട് മനു പറയുന്നുണ്ട് എന്തോ കാര്യമുണ്ടല്ലോ, അല്ലാണ്ട് ഇത്ര പെട്ടെന്ന് വലിച്ച് ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞിട്ട് രഞ്ജിനിയോട് പറയാം കേട്ടോ.